പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ 4:5 തിരുവചനം പറയുന്നു, വേദനിക്കുന്നവനിൽ നിന്നും നീ നിന്റെ കണ്ണ് തിരിക്കരുത്. നമ്മിൽ പലരുടെയും മനോഭാവം ഇന്ന് മരവിച്ച് ഇരിക്കുകയാണ്. അവരൻ്റെ ദുഃഖത്തിലോ വേദനയിലോ പങ്കുചേരാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. വേദനിക്കുന്നവനിൽ നിന്നും മുഖം തിരിക്കരുത് എന്ന് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല സമരിയക്കാരൻ്റെ ഉപമ നാം കാണുന്നുണ്ട്. മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ അവൻ ആവശ്യപ്പെടാതെ തന്നെ തൻ്റെ കഴുതപ്പുറത്തു നിന്നും ഇറങ്ങിയ ആ സമരിയക്കാരൻ അവനെ ശുശ്രൂഷിച്ചു, അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. നന്മകൾ ചെയ്ത് കടന്നുപോയ യേശുനാഥൻ നമ്മോടും പറയുന്നത് നീയും പോയി അതുപോലെ ചെയ്യുക എന്നാണ്. എന്നാൽ നാം പലപ്പോഴും പുരോഹിതൻ്റെയും ലേവായനെയും പോലെ മുറിവേറ്റവൻ്റെ മുന്നിൽ നിന്ന് സൂത്രത്തിൽ കടന്നു പോകുന്ന ഒരു മനോഭാവമാണ് നമ്മിൽ പലരുടെയും. വേറെ ചിലർ മുറിവേറ്റ് കിടക്കുന്നവനെ ഫോട്ടോ എടുക്കാനും അതിൻ്റെ മെസ്സേജ് അയക്കുവാനും ഇങ്ങനെ താല്പര്യപ്പെട്ടുകൊണ്ട് സമയം അതിനായി ഉപയോഗിക്കുന്ന ധാരാളം വ്യക്തികളുമുണ്ട്. ആ മുറിവേറ്റവനെ എപ്രകാരം ശുശ്രൂഷിക്കാം, അല്ലെങ്കിൽ അവന് എന്ത് നന്മ ഞാൻ ചെയ്തു കൊടുക്കണം എന്ന് ചിന്തിക്കാതെയാണ് പലപ്പോഴും നമ്മുടെ പെരുമാറ്റം ഉണ്ടാകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ യേശുനാഥൻ പറയുന്നുണ്ട്, എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്ത് തരുന്നതെന്ന്. അപ്പോൾ നാം സഹായം ചെയ്യാതിരിക്കുമ്പോൾ, അർഹതപ്പെട്ടവന് നമ്മുടെ സഹായം ചെയ്തു കൊടുക്കാതെ നാം ഒഴിഞ്ഞു മാറുമ്പോൾ, സൂത്രത്തിൽ പിൻവാങ്ങുമ്പോൾ ദൈവത്തിന് തന്നെയാണ് നാം ചെയ്തു കൊടുക്കാതിരിക്കുന്നത് എന്നൊരു ചിന്തയും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും വേദന സഹിക്കുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ, അവരെയെല്ലാം കണ്ടില്ല എന്ന മട്ടിൽ പോകുന്നവരാണ് ഭൂരിഭാഗം പേരും. ജീവിത പങ്കാളിയുടെ കാര്യം, മക്കളുടെ കാര്യം മാത്രം അന്വേഷിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങളെ മുൻനിർത്തി ജീവിക്കുന്ന പലരെയും നമുക്ക് കാണാം. എന്നാൽ കുടുംബജീവിതം ഒരു ബലിയാണ് എന്നുള്ളൊരു ചിന്ത പലരിലും ഇല്ല. നമ്മുടെ മക്കളും നമ്മുടെ ജീവിത പങ്കാളിയും ഏറ്റവും നമുക്ക് വിലപ്പെട്ടവർ തന്നെയാണ്. അവരുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയുമാണ്. എന്നാൽ നമ്മെ വളർത്തി ഈ നിലയിലേക്ക് എത്തിച്ച നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും തള്ളിക്കളയാൻ ദൈവം പറഞ്ഞിട്ടില്ല. പലപ്പോഴും തിരുവചനങ്ങളെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പലപ്പോഴും ജീവിക്കുന്ന പുതിയ തലമുറയെ കാണാം. അതായത് വിവാഹം കഴിച്ചാൽ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവരൊന്നായിരിക്കും എന്ന് പറയുന്നു. അത് ശരി തന്നെയാണ്. പക്ഷേ മാതാപിതാക്കളെ ഉപേക്ഷിക്കാനോ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കാതിരിക്കാനോ തിരുവചനം പറയുന്നില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ വിഷമിക്കുന്ന വ്യക്തികളെ, ഒറ്റപ്പെടുന്ന വ്യക്തികളെ, അംഗീകാരം കിട്ടാതെ വിഷമിക്കുന്നവരെ, നിസ്സഹായകരായി ഇരിക്കുന്ന വ്യക്തികളെ നാം പരിഗണിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ സഹായിച്ചുകൊണ്ട് അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. കുടുംബാംഗങ്ങളുടെ താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും മാതാപിതാക്കളെ അംഗീകരിച്ചുകൊണ്ടും അവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കാതെ അവരെ പരിഗണിച്ചുകൊണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നതും സ്വർഗരാജ്യത്തിന് നാം അവകാശികളായി മാറുന്നതും
ദൈവത്തെ സന്തോഷിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.